ഗൈസ് നമ്മൾ ഇന്ന് യാദ്ഗിർ കോട്ട കാണാൻ വേണ്ടി പോവാണ്. അതെ ഗൈസ്, അതെ. ഒരു വർഷമായിട്ട് ഇവിടെ ഞാൻ പോയി കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ ഒരു റെവല്യൂഷൻ ഒറ്റയ്ക്കായതുകൊണ്ട് പേടിച്ചിട്ട് പോവാത്താണ് ഗൈസ്. ഇപ്പൊ നമ്മൾ 3 ആൾക്കാരായതുകൊണ്ട് നമ്മൾ 3 ആളും കൂടെ യാദ്ഗിർ കോട്ട കാണാൻ പോകുന്നു. കമോൺ ഗൈസ്. ഗൈസ് ഇവിടെ കുറെ ഒട്ടകങ്ങളുണ്ട്. എന്തിനു കൊണ്ടുവച്ചാന്ന് പറഞ്ഞൂടാ. ഇതാണ് നമ്മൾ കേറാൻ പോണ മല, കോട്ട. വെച്ച് പിടിക്കില്ലേ? അതൊക്കെ അത്ര തന്നെ ഉള്ളു. ഇവിടേക്കല്ല അതിൽ കൂടെ പോണ്ട്. വഴിയൊന്നും അറിയില്ല, പോയി നോക്കന്നെ. വഴി മാറിപ്പോയി. എല്ലാത്തിനും ഇങ്ങനെ 2 വിക്ടറി ഇട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. എന്തിനാണാവോ? സൺസെറ്റ്, ബ്യൂട്ടിഫുൾ സൺസെറ്റ് വിത്ത് പശൂസ് ആൻഡ് 2 other പശൂസ്. ബ്യൂട്ടിഫുൾ അല്ലേ? നേച്ചറിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം ഗൈസ്. ഇതാണ് മല. ഇനി അങ്ങ് കേറണം, വഴി അറിയില്ല, പോണം. അങ്ങനെ നമ്മള് വഴി കണ്ട്. വഴിയൊന്നും അത്ര കോലൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ മുകളിലുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് പോവന്നെ. നമ്മൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞ് ഇതിലല്ല പോണ്ടേ, അതിലേ പോണെന്ന്. അപ്പൊ നമ്മൾ അങ്ങനെ പോവാൻ പോവാണ്. ഓക്കെ, അതിന് മുന്നേ നമ്മുടെ ഔട്ട്ഫിറ്റ് ചെക്ക്. ഓരോരുത്തരുടെ ഔട്ട്ഫിറ്റ് ചെക്കാണ്. ഇത് 3 ചേച്ചിയുടെ കുപ്പായാണ്, സ്വന്തമായിട്ടൊന്നുമില്ല. ഇത് എൻ്റെ ഔട്ട്ഫിറ്റ് ചെക്ക്. വഴി കിട്ടി. ഇങ്ങനെ കുഞ്ഞു വഴി കൂടെ പോയാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. സോ പോവാണ്. പിള്ളേരാണ് ഇവിടെ ഭയങ്കര കളിയാണേ. കൊച്ചെന്നോട് ഹായ്. മൂഞ്ചി ഗൈസ്. 2-3 വഴികളുണ്ട്. ഏത് വഴി കൂടിയാ പോണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. സംഭവം മുകളിൽ കാണാൻ അടിപൊളിയാണ് ഗൈസ്, പക്ഷെ എങ്ങനെ പോണെന്ന് അറിഞ്ഞൂടാ. വീണ്ടും മൂഞ്ചി അടുത്ത വഴി കൂടെ പോണ്. ഒരു വഴി കാണുന്നുണ്ട്, പക്ഷെ ഈ വഴി തന്നെയാണോ എന്ന് അറിഞ്ഞൂടാ. പോയി നോക്കന്നെ. ഈ വഴി തന്നെ ഗൈസ്. ഞങ്ങൾ അപ്പം കയറാൻ പോവാണ്. മുകളിൽ നോക്കിയാലേ ആടിനെ കാണാം. നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സ് എഴുതാറില്ലേ, അതേ മോൽ. ഇതെന്തുവാ? മഞ്ഞുമ്മൽ ബോയ്സ് ആണെന്ന് തോന്നുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് യാദ്ഗിറിൽ വന്നപ്പോൾ എടുത്ത സാധനമാണ് ഗൈസ്. ഇനി നമ്മളുടെ അഡ്വഞ്ചർ സാധനങ്ങൾ. കയറ്. ഏത് വഴിക്ക് പോകണമെന്ന് അറിയില്ല, കയറ് തന്നെ. വീടരുതേ ഗൈസ്. കൊള്ളാം. സ്റ്റെപ്പ് അവിടെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ട്. കഷ്ടപ്പെട്ട് കയറണം. വീഡിയോ എടുക്കുന്നതിൻ്റെ അടുത്ത് എനിക്ക് നല്ല കടപ്പാടുണ്ട്. ഈ ചെങ്ങായി ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. അല്ലല്ല, ചെങ്ങായി. നിങ്ങൾ ചെങ്ങായിയാ? ചെങ്ങായി മീൻസ് ആണുങ്ങള് ഇൻ കോഴിക്കോട്. കേറി കേറി പോവുകയാണ് നമ്മൾ. ഞാൻ പറഞ്ഞതല്ലേ സൺസെറ്റ് കാണണമെന്ന്. അതെ, രസമുണ്ട് കേട്ടാ. സൺസെറ്റ് എവിടെ? സെറ്റ് എവിടെ? അയ്യോ സോറി ഗൈസ്, ഇപ്പൊ കാണിച്ചാൽ അതേ സൺസെറ്റ് ആൻഡ് ഞാൻ. അതായത് ഇത്രയേ ഉള്ളൂ യാദ്ഗിർന്ന്. അവിടെ അതെ ആട്ടിൻകുട്ടികളുണ്ട്. അവിടെ ഏതോ ഒരുത്തൻ അമലേന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിരി. പിന്നെ 5-10 മിനിറ്റിലെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഇനി നമ്മള് കോട്ട കാണാൻ പോണ്. കൊറേ ആടുകളുണ്ട്. മലല്ല, കോട്ട. എന്തേലാവട്ടെ, ചുമ്മാ.
നമ്മൾ കൈകളും കാലുകളും വെച്ചിട്ട് നടക്കുക നടക്കുക നടക്കുക. ആടിനെ കണ്ട് വാ 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 പോവാ. പക്ഷെ ആ ആടെങ്ങാനും മേത്തേക്ക് ചാടിയാൽ ഡിങ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലും ഇല്ല, ഇൻസ്റ്റാഗ്രാമും ഇല്ല, ഡാൻസും ഇല്ല, ഒന്നുമില്ല. ആടിനെ കാണാം. ആടുണ്ട് ഗൈസ്. കൂടുതൽ ആളെ കാണാനില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴേ കയറിപ്പോയതാ. ഇപ്പം ആളെ കാണാനില്ല. ബാങ്ക് വിളിച്ച് ഗൈസ്. എൻ്റെ കർത്താവ്യം, നമുക്ക് വേഗം കയറി പോവാം. ഇവിടെ ആളെ കാണാനില്ല. ഇവിടെ ഒരു എന്തേന് ഒരു ഗേറ്റ് കണ്ട് ഇനിയും കയറാൻ പോണ്. ആയോ ചേച്ചി? ഇവിടെ കണ്ട് കിട്ടി ഗൈസ്. ഇല്ല, ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന്. ഓ അവസാനം മല കയറി. നമ്മളെ ട്രോളാണ്. ഇതാണ് വ്യൂ. ഇതിന് മുകളിൽ ഇനിയും വ്യൂ ഉണ്ട്. അത് ഇനിയും കയറണം. സമയമായി, പക്ഷെ കുഴപ്പമില്ല, ഇനിയും കയറും. ഇവിടെയാണ് ഗ്രിപ്പ് ഉള്ളതെന്ന് തോന്നണല്ലേ? ഇവിടെ ഗ്രിപ്പില്ല. വാവ്, നൈസ്, വെരി നൈസ്. വ്യൂ കൊള്ളാം. വേർത്താണ് കാലിന്റെ പകുതി മുട്ടിന്റെ അത്ര. ഇതൊന്നും തീരില്ല. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കയറിയിട്ട് അയ്യോ അവിടേക്കാൻ പോലെ എത്തണ്ടേ. നമുക്ക് ഇന്നിവിടുന്ന് കയറിയിട്ട് ഇവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ പോവാ. ആദ്യമായിട്ട് വന്ന ആള് വെച്ച കൊടിയാണ് അത്. അങ്ങനെയൊന്നും അല്ല, എന്നാലും നമുക്കങ്ങനെ പറയാം അല്ലേ? പോവാ. അവിടെ ഫ്ലാഗ് അതാ, നീ അവിടെ ഫ്ലാഗ്. എടാ അവിടെ എന്തോ ഉണ്ട്. അമ്പല അതിപ്പോഴാട്ടാറിനെ. ബ്യൂട്ടിഫുൾ വ്യൂ വിത്ത് ബ്യൂട്ടിഫുൾ മീ വിത്ത് ആട്ടും കാട്ടം. ഇവിടെ ഇരുഭാഗം ഇരുതല തിരിച്ചു പോകുന്നു. മുകളിലൊരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞ്. അമ്പലത്തിൽ കയറാൻ നമ്മുടെ മറ്റേ സിനിമയില്ലേ, ഏത് ചെന്നൈ എക്സ്പ്രസ്സിൽ, അതിൽ ഒരാളെടുത്ത് പോകണമെന്നുണ്ട്. പക്ഷെ എനിക്കെന്നെ നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കങ്ങ് നടക്കാം ഗൈസ്. വിശക്കുന്ന്. അവിടെ നിന്ന് കയറിയിട്ട് വാവ്, SFI അല്ല SA. ഞാൻ വിചാരിച്ച SFI ആവുന്നു, അത് SA ആയിരുന്നു ഗൈസ്. മൈ മിസ്റ്റേക്ക്. വിശ്വാസം അതല്ലേ എല്ലാം. കയറിക്കോ കയറിക്കോ കയറിക്കോളി കയറിക്കോ കയറിക്കോളി. അങ്ങനെ നമ്മൾ ടെമ്പിൾ റൺ കളിക്കണ പോലെ ഉണ്ട്. അതേപോലത്തെ ഒരു വഴിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരും പിടിച്ചുകൊണ്ടുപോകില്ല എന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും കയറണം. പുതുതായിട്ടൊന്നും ഉണ്ടാക്കിനല്ലേ കാണുന്നുണ്ടോ ഗൈസ്? അത് പുതിയ കയറി നോക്കാം. ചുമ്മാ ഒരു ധൈര്യത്തിന്. സൈഡൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു. അവിടെ അതെ ഒരമ്പലമുണ്ട്, പ്രാർത്ഥിച്ച് വരാം ഗൈസ്. വെളിച്ചം കുറഞ്ഞു വരുന്നു, ക്ലാരിറ്റിയും കുറഞ്ഞു വരുന്നു. എന്തോ തുള്ളിപ്പോയി അങ്ങോട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ കയറും. അമ്മേ കർത്താവേ കാത്തോളി. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചേ. ഇപ്പം ഉണ്ടാക്കി വെച്ചൊരു സാധനം പോലെയുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ കയറുന്നു. ഇപ്പം ചെറിയൊരു പേടി. എന്തമ്പലം ഏതമ്പലം എന്നൊന്നും അറിയില്ല. അടത്തിയിട്ട് എന്താ നോക്കാം. കുഞ്ഞു കട പോലൊക്കെ കാണുന്നുണ്ട്, അറിഞ്ഞൂടാ. പോയി നോക്കന്നെ. ക്ലാരിറ്റി ഇല്ല, പക്ഷെ ഇതിൻ്റെ അകത്തെന്തോ കുഴിമാതിരി ഒരു സാധനം കാണുന്നു. ഇരുണ്ട് വരണനെ കൊണ്ടേ. ഫ്ലാഷ് അടിച്ചാൽ കാണോ? വ്യത്യാസമൊന്നുമില്ല. എന്നാലും കയറി തന്നെ. അവിടെ ഒരു സ്റ്റെപ്പ് കണ്ട്. ഇവിടെ വലിയൊരു കുളമുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ സത്യമായിട്ട്. എന്നാലും നമ്മൾ കയറി തന്നെ. ഇവിടെ വരെ എത്തിയില്ലേ? ഇതിലേക്കൊക്കെ വീണ് കഴിഞ്ഞാൽ തീർന്നു. പൊടി പോലും കിട്ടത്തില്ല. എന്നാലും പേടിയുണ്ട് ഗൈസ്, നല്ല പേടിയുണ്ട്. കാരണം എന്താ ഏതാണെന്നൊന്നും അറിയില്ല. എടാ ചോപ്പൊക്കെ ഒലിച്ച് വരുന്നുണ്ട്. എനിക്ക് പേടിയാവണ്. രക്തം നല്ലായിരിക്കില്ലേ അത്? ഞാൻ ചോരയാണോന്ന് വെച്ചപ്പോൾ അവിടെ പറയാം പെയിൻറ്റ് ബാക്കി വന്നത് ഒഴിച്ച് കളഞ്ഞതാണെന്ന്. കയറാം. ഞാൻ എന്തോ ഒരൊച്ച കേട്ടേ.
ഈ ബാബു അത് പറഞ്ഞിട്ട് വിശ്വസിക്കണില്ല. ഇതാണ് അമ്പലം. ഓറഞ്ച് കൊടിയൊക്കെയാണ് കാണുന്നത്. പേടിയാവുന്നുണ്ട്. കയറണോ വേണ്ടേന്നുള്ള ഡൗട്ടിലാണ്. സ്റ്റെപ്പ് ഉണ്ട്. ഇത് വഴി സ്റ്റെപ്പ് പോയിട്ട് അമ്പലം ഒന്നല്ല. പിന്നെന്തോ അതേ ഇവിടെ അതേ ദൈവോ ആൾക്കാരെയോ ഒന്നല്ല, ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ അതേ ആരുടെയോ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആരാന്ന് മനസ്സിലാവുന്നില്ല. കണ്ണടയിലാണ് എഴുതിയേക്കണേ. ഫോട്ടോ വെച്ചിട്ടുണ്ട്. ക്ലിയർ അറിഞ്ഞൂടാ. ഞാനും അതാ കാണുന്നത്. കണ്ണല്ലടാ, ഗ്ലാസ് ആടാ അത്. കണ്ണൊക്കെ ഉണ്ട്. ഇതേ ചരിത്രം ഗൈസ്. ഇതല്ലേ ഇവിടുത്തെ ചരിത്രം ആണെന്ന് തോന്നണ്. എന്തോ അമ്പലോ എന്തോ. എടാ ഇതെന്താ സ്കൂളാ, പിള്ളേരെ ഡാൻസൊക്കെ. അതെ അവിടെ എന്താ നടക്കണേന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. എന്നാലും കയറി നോക്കാം. എനിക്ക് കയറുന്നില്ല എന്ന് തീരുമാനിച്ചു ഗൈസ്. കാരണം ഒന്നാമത് ഞങ്ങൾ ഒറ്റയ്ക്കാണ്. പിന്നെ എന്തമ്പലം ഏതമ്പലമാണെന്നൊന്നും അറിഞ്ഞൂടാ. അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. 3 പെൺപിള്ളേർ മാത്രം. ധൈര്യക്കുറവ്, എനിക്ക് നല്ല ധൈര്യക്കുറവുണ്ട്. പക്ഷെ അതാ ഞങ്ങളും അതാ പറയണേ, ഇവിടം വരെ മതി. ഞങ്ങൾക്ക് എനിക്ക് ധൈര്യക്കുറവുണ്ട്. അവർക്കും ഇപ്പം ചെറിയ പേടിയുണ്ട്. കാരണം മുകളിൽ എന്താ ഏതാണെന്നൊന്നും അറിയില്ല. പിന്നെ സമയവും ഒരുപാടായി. അപ്പം നമ്മൾ കയറുന്നില്ല എന്ന് തീരുമാനിച്ച് ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോവാണ് ഗൈസ്. നമ്മളിത് തിരിച്ചു പോവാണ് ഗൈസ്. നമ്മുടെ ടാസ്ക് ഇവിടുന്ന് താഴെ വരെ ഇറങ്ങാം. ഞാനേ എന്തോ പിച്ചുമ്പേയും പറഞ്ഞപ്പോൾ ശരിക്കും പ്രേതം കയറിയതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ പിള്ളേരൊന്ന് പേടിച്ചു. അതാണ് ഞാൻ പറഞ്ഞത് ഒറിജിനലാണ്. നൈറ്റ് വ്യൂ ഈസ് സോ ബ്യൂട്ടിഫുൾ ഗൈസ്. ഇവർ മെയിനായിട്ടേ ഈ മഞ്ഞ ലൈറ്റാണ് യൂസ് ചെയ്യണത്. നമ്മൾ കേരളം മാതിരി അല്ല. വെളിച്ചം കുറച്ച് കാണിച്ചു തരാം. നല്ല രസമുണ്ട് ഗൈസ്. ഈ ഓരോ മിണ്ടല്ലേ, അകത്തൊന്നുമില്ലല്ലേ. വാ, നല്ല കാറ്റ് ഗൈസ്. വഴി എങ്ങടാന്നറിയില്ല. നല്ല പോവാ. മല ഇറങ്ങി. ഞങ്ങൾ മല ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും ഗ്രിപ്പ് ഭയങ്കര കുറവായിരുന്നേ. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന വീഡിയോ എടുത്തില്ല. പിന്നെ ചെറിയൊരു പേടിയായി. അപ്പം നമ്മൾ ഇറങ്ങി ഇവിടെ സേഫായിട്ട് ഈ വീടും സ്ഥലമൊക്കെ ഉള്ള ആ ഒരു ഫ്ലോർ ഗ്രൗണ്ടിലെത്തിയപ്പം വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങട്ടെ. പക്ഷേ രസമായിരുന്നു. കുറേ കാര്യങ്ങൾ വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. ഈ ലൈറ്റ് കൊള്ളാം. പക്ഷേ രസമായിരുന്നു. ഇനി ഞങ്ങൾ വേറൊരു ദിവസം ഇതേപോലെ ഒരു 3-4 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഫ്ലോറിൽ അപ്പർ സൈഡിൽ കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ റോട്ടുമ്മലേക്ക് എത്തി. ഞാൻ പറയണ കേൾക്കണുണ്ടോയെന്ന് അറിയില്ല. റോട്ടുമ്മലേക്ക് എത്തി. രസമായിരുന്നു. ഇനി നമ്മൾ വേറൊരു ദിവസം ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് കയറും, ആ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. അന്നേരം ഞാൻ ഇതേപോലെ മുകളിലേക്ക് കയറിയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാം. എന്നിട്ട് മുകളിൽ കാണിച്ചിട്ട്. കാരണം എനിക്ക് മുകളിൽ കയറണമെന്നുണ്ട്. പക്ഷെ ചെറിയൊരു പേടി കൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല. ഇനി മുകളിൽ കയറിയിട്ട് ഒരു വീഡിയോ എടുക്കാം. എന്തായാലും നിങ്ങൾ യാഡ്ഗിറിലൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഫോർട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ വലുതായിട്ടൊന്നുമില്ല. പക്ഷെ ഒരു രസമുണ്ട് കാണാൻ. കുറേ ആട്ടുംകുട്ടികളൊക്കെ ആയിട്ട്. എനിക്ക് ലില്ലി ഓർമ്മ വന്നേ, കൊച്ചു ടി വിയിലെ ലില്ലി. അപ്പം ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വൈകുന്നേരമൊക്കെ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ നല്ല സ്ഥലമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.